ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് 50. അപ്പോൾ ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് BB7. വിഷയം ലാലേട്ടൻ്റെ ഇറങ്ങിപ്പോക്കല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ ഇന്നത്തെ എപ്പിസോഡിലൊന്നുമില്ല. ബ്ലാങ്ക് വാട്ടപ്പൂജ്യം. അല്ല, കുറേ ദിവസത്തിന് ശേഷം അടി പരിഹാരം ഉണ്ടാക്കലും അടികളും അല്ലാതെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ ഉണ്ടായ പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി. അത് ഇന്നലെ ഉണ്ടായി, ഇന്നിപ്പോൾ അത് വേണോ എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകർ ചോദിക്കും. എക്സ്പെക്ട് ചെയ്താണ്. കാരണം പ്രത്യേകിച്ച് ഒന്നും അവിടെ പറയാൻ പോകുന്നില്ല, വിഷയങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം 50ാമത്തെ ഒരു സെലിബ്രേഷനും ഇവരൊന്ന് അതായത് എല്ലാവരും കൂടി വിളിച്ചിരുത്തിയിട്ട് ഇപ്പോൾ ഒരു 50 ദിവസം ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് ഒരു ഏലിയൻ ലൈഫ് ജീവിക്കുന്ന എല്ലാവരും കൂടി വിളിച്ചിരുത്തിയിട്ട് ഒരു കൗൺസിലിംഗ് ഒരാളെ കൊണ്ട് കൊടുപ്പിക്കുന്നതിന് പകരം ലാലേട്ടനെ വിളിച്ചിട്ട് ലാലേട്ടൻ ആ പണി എനിക്കങ്ങനെ എല്ലാ സീസണിലും ഇങ്ങനെ പൊട്ടലും മാത്രം ഉണ്ടായിട്ടില്ല. ഇവർ ഈ ഒരു സീസണിൽ എപ്പോഴും പൊട്ടലും അടിക്കലും അങ്ങോട്ടും പേഴ്സണൽ ബന്ധങ്ങളില്ല, വളരെ കുറവാണ്. ഇവര് കൊടുക്കുന്ന ഗെയിമിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗെയിമിന് ഇമ്പോർട്ടൻസ് ഇല്ല, ബിഗ് ബോസിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഗെയിമിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഒക്കെ പേഴ്സണൽ വെഞ്ചൻസ് ആണ്. അതും സ്വന്തം നേട്ടല്ലേ, മറ്റുള്ളവരെ താഴ്ത്തുക എങ്ങനെയാന്നുള്ള ചിന്ത മാത്രമേ എല്ലാവർക്കും. അതുകൊണ്ടൊക്കെ അവരൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടല്ല, കുക്കറിനൊന്ന് ഫ്രീ ആക്കി കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു എപ്പിസോഡ് വെച്ചിട്ടുണ്ടാവുക. മേ ബി. എന്താണെങ്കിലും അത് പ്രേക്ഷകർ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഫോർ മീ ഐ എം വെരി മച്ച് അൺസാറ്റിസ്ഫൈഡ് ആണ് ഉള്ള കാര്യം പറയാലോ. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഓക്കെ, ഷാനവാസ് നെവിൻ ഇഷ്യൂ എടുക്കണ്ട, അറ്റ്ലീസ്റ്റ് ആര്യൻ മറ്റേ റെന ഇഷ്യൂ ഒക്കെ എടുത്ത് സംസാരിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അത് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കട്ടെ, എന്നാൽ 2 ഇഷ്യൂ ഒഴിവാക്കട്ടെ. അറ്റ്ലീസ്റ്റ് ആ ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് കുറച്ചും കൂടി അധികം അല്ലേ, അതൊരു സംഗതിയല്ലേ, അതും കൂടി ഒന്ന് ചോദിച്ചാൽ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്തിട്ട് അവർക്ക് ഈ ഗെയിമിന് നിങ്ങൾ അപ്രൂവ്. ഇപ്പോൾ അടുത്ത ആഴ്ച എന്തോ ഒരു ബോട്ടിൽ ഫാക്ടറി എന്ന് പറയുന്നു. അപ്പോൾ ഓരോ ടാസ്കിന് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാസ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ബി ബെറ്റർ എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ ടാസ്ക് ഇവർ എന്താണെന്നുണ്ടെങ്കിൽ ഇന്ന് കുറെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും കഥകളൊക്കെ പറഞ്ഞ് പ്രാവൊക്കെ പറത്തിവിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും കോമഡി സീൻ എവിടെയാ കണ്ടറിയോ? ലാലേട്ടൻ മറ്റേ തോണി തുഴഞ്ഞു പോയിട്ട് മറ്റേ ആളില്ലാത്ത തോണി ആങ്കർ മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ മൂപ്പര് ദേഷ്യം പിടിച്ച് അതാണ് ഇന്നത്തെ രസം. മൂപ്പര് അവിടെ നിന്ന് ഫുള്ള് ക്ലാസ് എടുത്തിട്ട് അവസാനം മൂപ്പരുടെ ദേഷ്യം പറഞ്ഞേ. ശരിക്കും ആരിന്റെ സ്വഭാവം വെച്ചാൽ തോണി ആളില്ലാത്ത തോണി പറയേണ്ടതാണ്. അല്ല, ലാലേട്ടൻ ഇറങ്ങി പോയപ്പോ ആര്യൻ അവിടുന്ന് വിക്ഷയല്ല ലാലേട്ടൻ വെറുതെ കളിപ്പിച്ചു തോണീന്റെ എന്തോ കാര്യത്തിന് പോയതാണ്. ഞാൻ അതോ ആലോചിച്ചേ, ലാലേട്ടൻ ഇരുന്ന് ക്ലാസ് ഒക്കെ എടുത്തിട്ട് ആങ്കർ മാനേജ്മെന്റ് വേണം മക്കളെ, നിങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മൂപ്പര് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയി. അത് കോമഡി ചെയ്തു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം ഈ പറഞ്ഞ ഒരു കഥാപ്രസംഗം സാധനത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഇനി ഈ കഥാപ്രസംഗം സാധനം നാളെ ഒരു അടിയായി മാറാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. കാരണം ഭയങ്കര സന്തോഷിച്ച് ഇപ്പൊ സന്തോഷിച്ച് നീ ആ കഥാപ്രസംഗത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞോ, നീ എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റങ്ങൾ വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. മേ ബി ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത സമയത്ത് ഇപ്പോൾ നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഒരാളെ ഗെയിം അസസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഒരാളുടെ ഗെയിം വെച്ചിട്ടുള്ള ഒരു കഥാപ്രസംഗം എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും. മാക്സിമം അതെല്ലാവർക്കും ഇൻസ്ട്രക്റ്റഡ് ആവും. ബിഗ് ബോസ് ഇൻസ്ട്രക്ഷൻ അങ്ങനെ തന്നെയാവും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് കിട്ടാറ്. നന്നായി ചെയ്തിട്ടോ അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും ഇത് ആക്ട് ചെയ്ത് കാണിച്ചവരും രസം ഉണ്ടായിരുന്നു. കഥാപ്രസംഗം പ്രസന്റ് ചെയ്ത രീതിയും രസം ഉണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം കുത്തിയിട്ടുണ്ട്. ദാറ്റ് വാസ് ഫൺ. അതിനുശേഷം വീണ്ടും അവരെന്തിനാ അവിടെ നിൽക്കണം, അവിടെ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു പശ്ചാത്താപം ആൻഡ് പ്രേക്ഷകരെ അവരവിടെ നിർത്താനുണ്ടായ കാരണം. ഇതില് again coming to ഷാനവാസ് നെവിൻ സീനില് ഷാനവാസിന്റെ ഫ്ലിപ്പ് മാൻ, അന്യായ ഫ്ലിപ്പ്. ചെങ്ങായി അതല്ലേ ഭയങ്കരമായിട്ട് അത് ഫ്ലിപ്പ് അടിച്ച ആള്. അത് ബുദ്ധിപരമായി നിൽക്കുക. ഡിസ്കസ് ചെയ്യില്ല എന്ന് മനസ്സിലായപ്പോ നൈസായിട്ട് എന്ത് ചെയ്ത് അവിടെ ആള് ഒന്ന് സ്വന്തമായി മാസാവാൻ വേണ്ടിട്ട് ക്ഷമ ചോദിക്കുന്നു. നൈസായി സൈഡാക്കി. പക്ഷെ അത് പൊളിഞ്ഞ് ലാസ്റ്റ് ലാലേട്ട് ഇറങ്ങി പോയതിനു ശേഷം പിന്നെ അവിടെയുള്ള വാർത്താനത്തിൽ നമുക്ക് മനസ്സിലായി ആ സാധനം നൈസായിട്ട് അത് അങ്ങനെ ആക്കിയതാന്നുള്ളത് മനസ്സിലായി. എന്താണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ കാരണം ഇവര് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസോ ടീമോ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഇവര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നെവിൻ ഇന്നും മറ്റേ സീനാ ഏത് ആ കടന്നൽ കുത്തിയ പോലത്തെ ഇരുത്താണ് അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന ചെങ്ങായി. കാര്യം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു നെവിൻ അടുത്ത ആഴ്ച പോകും മിക്കവാറും. നെവിന് മതിയായി തോന്നുന്നു അല്ലേ, കണ്ടിട്ട് തോന്നുന്നില്ല ഗെയിമിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നെവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കേണ്ട നീതി കിട്ടിയില്ല. അല്ല, നീതി എന്നല്ല, നെവിന്റെ ബോഡി ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവുന്ന എന്താ പറയുക,
നെവിൻ സക്സസ്ഫുൾ ആയി എന്നുള്ളൊരു തോന്നൽ നെവിനുണ്ട്. ഇത്രയും ദിവസം നിന്നു, 50 ദിവസം നിന്നു. ഇനി കൂടുതൽ അവിടെ നിന്നിട്ട് എക്സ്പോസ്ഡ് ആവുന്നേക്കാൾ നല്ലതാ. നെവിൻ ഇത്രയും കാലം പറയുന്ന കാര്യവും വീടിനകത്തതാ. ഞാനിവിടെ വന്നപ്പോൾ ആരും അല്ലായിരുന്നു. എൻ്റെ കരിയർ ഗ്രോത്തിനും എൻ്റെ ഫെയിമിനും എനിക്കുള്ളത് ഇവിടെ ആയിട്ടുണ്ട് ഓൾറെഡി. ഇനി കിട്ടുന്നതൊക്കെ ബോണസ് ഉള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ആ ചങ്ങായി അവിടെ നിന്ന് പറയും തന്നെ. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും വന്നു. ഇപ്പോൾ അത് ഡിസ്കഷനും ആയില്ല, പ്രത്യേകിച്ച് ഒരു കാര്യവും നടന്നില്ല. അപ്പം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നെവിൻ അടുത്ത ആഴ്ച മിക്കവാറും നെവിൻ്റെ വക ഒരു നാടകം കാണും. മിക്കവാറും ഒരു ഓടിപ്പോക്കും കൂടി കാണാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണും. ബിഗ് ബോസ് ടിക്കറ്റ് പോലും എടുത്തു കൊടുക്കില്ല. തമിഴ്നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അല്ലേ ടിക്കറ്റ് പോലും കൊടുക്കും തോന്നുന്നില്ല ചങ്ങായി. എന്താണെങ്കിലും നെവിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു നെവിന് മതിയായിട്ടുണ്ട് അല്ലേ? നെവിന് മതിയായിട്ടുണ്ട്. അടുത്ത വട്ടം പ്രേക്ഷകരാണെങ്കിലും എനിക്ക് തോന്നുന്നത് നെവിൻ ഓബിയസ്ലി എങ്ങാനും നോമിനേഷനിൽ വന്ന കുത്താതെ പുറത്തോട്ട് തോന്നുന്നുണ്ട്. ഏറ്റവും പോവാൻ റെഡി ആക്കുന്നത് സാബുമാനാണ്. കടന്നുറങ്ങുമ്പോൾ സാബുമാൻ എന്താ സാർ ഞാൻ പാക്ക് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞാ നിൽക്കുന്നത്. സാബുമാൻ ലാലേട്ട ഓരോ വട്ടം വിളിക്കുമ്പോൾ ചെങ്ങായി അയാൾക്ക് ഇപ്പോഴും എന്താ പറയാ വിശ്വസിക്കാൻ പറ്റിയില്ല. ബിഗ് ബോസിനകത്ത് എത്തി എന്നുള്ള റിയാലിറ്റി ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയില്ലോ എന്നുണ്ടാക്ക്. ഭയങ്കര ഇന്നസെന്റ് ഒരു ചെങ്ങായി. ആ ഇന്നസെൻസ് തന്നെ ആയിരിക്കണം ആളെ ഇപ്പോഴും ആൾക്കാർ അവിടെ ഇഷ്ടപ്പെടുത്തി വെക്കുന്നത്. ഐ തിങ്ക് സോ. അതോ ഇനി ചില PR ടീമുകളുടെ ബുദ്ധിപരമായിട്ടുള്ളൊരു കളിയാണോ എന്നുള്ളതും ഞാൻ ഡൗട്ട് ചെയ്യുന്നു. കാരണം ഇതിലൊരു ട്രിക്കി ഗെയിം ഉണ്ട്. കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സാബുമാൻ ഈസ് എൻ ഈസി ടാർഗറ്റ്. മനസ്സിലായോ? ഒന്നുമില്ല. സാബുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എടുത്ത് തട്ടാവുന്ന ഒരു അത്രേ ഉള്ളൂ ആ പ്ലെയറിൻ്റെ ഒരു ഗ്രാവിറ്റി. അത്രയും വീക്ക് പ്ലെയറാണ്. അപ്പം ഇന്നിപ്പോൾ ഒരു വീക്ക് പ്ലെയറിന് അവിടെ ഒരു 1, 2, 3 ആഴ്ച നിർത്താമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇതിനകത്ത് ആരൊക്കെ സേവ്ഡ് ആയിട്ടുണ്ടായിരുന്നേ? അനുമോൾ സേവ്ഡ് ആയിരുന്നു. അല്ല, ഈ ആഴ്ച വോട്ടിങ്ങിൽ ഇല്ലാത്ത വോട്ട് ബാങ്ക് കയ്യിലുള്ള അക്ബർ ഉണ്ടായിരുന്നു. എടി ആര്യനൊക്കെ അക്ബർ, അനുമോള്, നൂറ അങ്ങനെയുള്ള കുറെ വോട്ട് ബാങ്ക് ഉള്ളവരെന്താണ് സേവ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇവരുടെയൊക്കെ PR വിചാരിക്കുകയാണ് സാബുമോന് നമുക്ക് നമ്മുടെ വോട്ട് മറച്ചു കൊടുക്കാം. ഒരു സാബുമോനെ നമ്മൾ എന്ത് ചെയ്യാം, സേവ് ആക്കാം, എടുത്തിടാം. അതായത് നമ്മളെ കണ്ടസ്റ്റന്റ് ഒരു സീൻ വരുന്ന സമയത്ത് ആ ആഴ്ച സാബുമോന് വോട്ട് കൊടുക്കാൻ ഇടാം. കുറച്ച് കളിക്കുന്ന സാബുമോനേക്കാൾ കൂടുതൽ കളിക്കുന്ന സാബുമാനേക്കാൾ കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരാളെ പിടിച്ച് പുറത്തിട്ട നമ്മളെ കണ്ടസ്റ്റന്റിന് ഓപ്പോസിറ്റ് എന്ത് പറയും, ആൾക്കാർ പറയും ഇത് നല്ല ഇത് പുറത്തുള്ള കളിയാ, ഇത് അകത്തുള്ള കളിയല്ല, പുറത്തുള്ള കളിയാ. സാബുമോനോട് ഭയങ്കരമായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഡിസ്റ്റർബ്. അതെ, അവിടെയാണെങ്കിൽ മാറുക. സാബുമോനെങ്ങാനും സാബുമോൻ തന്നെ സ്വയം പറയുന്നുണ്ട്, എന്നെ നാട്ടുകാരവിടെ നിർത്താൻ കാരണം ഞാൻ എപ്പോ പൊട്ടിത്തെറിക്കുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് പൊട്ടുന്നു തോന്നുന്നില്ല, പൊട്ടാ തന്നെ ഇരിക്കും. അപ്പോ അല്ലെങ്കിൽ നേരത്തെ കമന്റ് പറഞ്ഞ പോലെ സാബുമ ഇന്നിപ്പോ റന ഫാത്തിമാന്റെ കുറെ വീഡിയോ കാണിച്ചല്ലോ, സാബുമാനെ എങ്ങനെ വെട്ടിയാലും 30 സെക്കൻഡ് കാണിക്കാനുള്ളൂ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ മോഷനിൽ ആക്കണ്ടിരുന്നു, കുറെ സമയം കിട്ടും ചെയ്യും. അതിൽ തന്നെ കൂടുതൽ കാണിക്കാനുള്ള ലാലേട്ടയോ എന്താ മോനെ ഇതായിരിക്കും. അപ്പൊ ആവണ ഒരു മിനിറ്റ് ആവണ വരെങ്കിലും ആ വീട്ടിൽ നിർത്തണ്ടേ, അതിന് വേണ്ടി നിർത്താണോ അറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഗെയിം ഞാൻ മണക്കുന്നുണ്ട്. സാബുമാന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ വോട്ട് ബാങ്ക് മറച്ച ഈ പറഞ്ഞ പോലെ സ്ട്രോങ് അല്ല. ഇപ്പൊ റന ഫാത്തിമ ഈസ് സ്ട്രോങ് കണ്ടന്റർ. സാബുമാൻ അവിടെ നിൽക്കുമ്പോൾ റന പോകേണ്ട ആളല്ല, മനസ്സിലായി? സാബുമാൻ അവിടെ നിൽക്കുമ്പോൾ റന പോകേണ്ട ആളല്ല എന്നുള്ളത് നിങ്ങൾ ഇന്ന് ഇത്രയും എവിക്ഷൻസ് കണ്ടു. ആ എവിക്ഷൻസിലൊക്കെ അവരുടെ ആ ഒരു സ്റ്റോറി ലൈൻ കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇറങ്ങി പോയതിലുള്ള ഏറ്റവും കൂടുതൽ സോളിഡ് സ്റ്റോറി ലൈനിൽ റന ഫാത്തിമയ്ക്കാണ്. റന ഫാത്തിമേന്റെ ആ സ്റ്റോറി ലൈൻ നിങ്ങൾ നോക്കുക അല്ലേ, അതിനൊരു ഡെപ്ത് ഉണ്ട്, അതിനൊരു ടെയിൽ ഉണ്ട്, അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. അതൊരു പ്രോപ്പർ ഒരു കണ്ടസ്റ്റന്റിന് ആവശ്യമുള്ള ഒരു പ്രോപ്പർ സാധനമാണ് റന ഫാത്തിമ. അത് കുറെ നേരം കാണിച്ചിട്ടുണ്ട്, കുറെ നേരം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കുറെ നേരം കാണിക്കാൻ വേറെ റീസൺ ഉണ്ട്. കാരണം 2-3 എഡിറ്റ്സ് അവർ എടുത്ത് വെക്കൂലോ. ലാലേട്ടൻ എന്താണെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് വീട്ടുകാരോട് മിണ്ടുന്നില്ല. ഓക്കെ, അതാണ് ഇത്രയും സമാധാനം. വീട്ടുകാർ അത്രയും സമാധാനത്തിന്റെ വെള്ളരിപ്രാവണം പഠിപ്പിച്ച ആള് ദേഷ്യം വന്നിട്ട് വീട്ടുകാരോട് മുണ്ടിയതുമില്ല. ഞാൻ തെറ്റിയത്, ഞാൻ കോല് കുറിച്ചിട്ട് നേരത്തെ പിടിച്ച പ്രാവിനൊക്കെ എല്ലാ തോണിയിൽ ആളെയും കയറ്റി, ഒഴിഞ്ഞ തോണിയിൽ ആളെയും കയറ്റി മൂപ്പര്. അപ്പൊ മേ ബി അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇനഫ് കണ്ടന്റ് ഉണ്ട്, കാണിക്കാൻ മാത്രം കണ്ടന്റ് ഉള്ളത് കൊണ്ട് റന ഫാത്തിമേന്റെ അത്രയും കാണിച്ചതാവണം. എന്താണെങ്കിലും ഞാൻ പറയുന്നത്, സാബുമാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഈവൻ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഒറ്റ ഇൻസിഡന്റിന്റെ മുകളിലാണ്, അല്ലെങ്കിൽ റിയാസ് വന്നപ്പോൾ ഒരു സാധനത്തിന്റെ മുകളിലാണ് ആ ഒരു ഹൈ സാധനം കയറിയത്. അല്ലെങ്കിൽ ഈ ഒരു സീസണിന്റെ പേര് പറയുമ്പോൾ നമ്മളൊന്നും പെട്ടെന്ന് മറക്കാത്ത ഒരാളാണ് എന്തായാലും റന ഫാത്തിമ. അതെ,
അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് റെന പോവാന്ന് പറയുമ്പോൾ ഞാൻ എവിടെയോ മണക്കുന്നു. PR ഗെയിം പുറത്തുനിന്ന് PR ടീമുകൾ എല്ലാവരും കൂടി പല PR ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തെ ബിഗ് ബോസിൽ എന്താണ് വോട്ട് മറച്ചോ സാബുമാൻ എന്നുള്ളത്. അടുത്ത ആഴ്ചയും സാബുമാൻ വോട്ട് മറയ്ക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അടുത്തൊരു സ്ട്രോങ് കണ്ടന്റർ ഇനി ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്താണെങ്കിലും ചാടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, മേ ബി അങ്ങനത്തെ ഒരു ഗെയിം. പിന്നെ എന്താ പറയുക, പിന്നെ അത് മാത്രമല്ല ഈ വോട്ടിന് പല രീതികളുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ക്ലിക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. ക്ലിക്ക് ഫാമിംഗ് അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ഈ ഹിന്ദി ബിഗ് ബോസിലൊക്കെ കോടിക്കണക്കിന് വോട്ട് വരുന്നു എന്നുള്ളൊരു സ്കീമൊക്കെ പറഞ്ഞു കേൾക്കാറില്ല. ഇറ്റ്സ് ലൈക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് ചൈനയിൽ പോകും. ചൈനയിൽ പോയിട്ട് ചൈനയിൽ ക്ലിക്ക് ഫാമിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് കുറേ ആയിരക്കണക്കിന് മൊബൈലും അക്കൗണ്ടുകളും വെച്ചിട്ട് അതിനകത്തുനിന്ന് വോട്ടുകൾ കയറ്റുന്ന പരിപാടികൾ നടക്കാറുണ്ട്. അങ്ങനെ കുറേ അധികം രീതികൾ, പിന്നെ 1-2 രീതികളുണ്ട്. അതൊന്നും പിന്നെ ഞാനത് പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താ പറയുക, ഏതെങ്കിലും PR ടീം ഒന്ന് ഉപയോഗിച്ചാലും. ക്ലിക്ക് ഫാമിംഗ് ഒക്കെ പിന്നെ കുറച്ചധികം യൂട്യൂബിൽ തന്നെ ഉള്ളൊരു സംഗതി ആയതുകൊണ്ട്. അതുപോലെ സർവറിൽ വോട്ട് കയറ്റുന്ന പരിപാടി, വോട്ടിന് 49 രൂപയോ 48 രൂപയ്ക്കോ പറയുന്നത്. അത് പുറത്ത് സെല് ചെയ്യുന്ന പ്രൈസ് ഉള്ളിന് എനിക്ക് തോന്നുന്നൊരു 5 രൂപ 10 രൂപയ്ക്കൊക്കെ സർവറിൽ വോട്ട് കിട്ടുന്ന സർവേഴ്സ് ഉണ്ട് തോന്നുന്നു പലതും. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ റിയാലിറ്റി ഷോ ബേസ്ഡ് ആയിട്ട് തന്നെ വോട്ട് പറിക്കുന്ന കുറേ അധികം PRs ഉണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇവിടെ എക്സിസ്റ്റിംഗ് ആവുമ്പോൾ മലയാളം ബിഗ് ബോസിൽ ഇപ്പം അതിൻ്റെ ഒരു ഗ്രിപ്പ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതായത് മലയാളം ബിഗ് ബോസിലും ലക്ഷങ്ങൾ പറയുന്ന PR ഗെയിമേഴ്സ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഗാംബ്ലിംഗ് പോലത്തെ പരിപാടി തന്നെ. കാരണം ഇതെന്താണെങ്കിലും ബിഗ് ബോസിന്റെ നിയമത്തിൽ PR വെക്കാൻ പാടില്ലെന്നൊന്നുമില്ല. അവർക്ക് ഓബിയസ്ലി PR എന്ന് പറയുന്ന ഷോക്ക് ഒരു ബൂസ്റ്റ് ആണ്, ഒരു എക്സ്ട്രാ സംഗതി. അതെ, ബിഗ് ബോസിന്റെ പേരിലാണ്. അപ്പൊ അവർക്ക് ആക്ച്വലി PR 3 മാസം അവർക്ക് സത്യം പറഞ്ഞ ബിഗ് ബോസ് ഷോനെ മുകളിലോട്ട് കൊണ്ടുവന്ന PR ആണ്. യൂട്യൂബേഴ്സ് തന്നെ കണ്ടിട്ടില്ലേ ഇപ്പൊ ബിഗ് ബോസിന്റെ വീഡിയോസ് മാത്രം ചെയ്യുന്ന ആൾക്കാർ. നമ്മളെന്നെ ആലോചിക്കും, ഞാൻ തന്നെ മറ്റേ 4-5 കണ്ടന്റ് ചെയ്യുമ്പോ അതിലൊരു ബിഗ് ബോസിന് ഒരു കണ്ടന്റ് ഒക്കെ ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് എന്ത് ചെയ്യും, 2-3 കണ്ടന്റ് ബിഗ് ബോസ് തന്നെ ചെയ്യുന്നത്. ബാക്കി കണ്ടന്റുകൾ ഞാൻ 2 ദിവസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 1 ദിവസത്തിൽ ഒന്നൊക്കെ ആയിട്ടേ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ആക്ച്വലി ഷോയ്ക്ക് നല്ലതാണ്. അതൊക്കെ ഷോന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ദാറ്റ്സ് ഗുഡ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, വോട്ട് വരുന്ന പല രീതികളുണ്ട്, വോട്ട് മറയ്ക്കുന്ന പല രീതികളുണ്ട്. ഇപ്പൊ പരസ്പരം അറിയുന്ന PR ചിലപ്പോൾ ഒരാഴ്ച നമ്മുടെ കണ്ടസ്റ്റന്റ് സേവ് ആക്കാൻ വേണ്ടി അപ്പുറത്ത് ഇങ്ങോട്ട് വോട്ട് വയ്ക്കും. മേ ബി വീട്ടിനകത്ത് ആ 2 കണ്ടസ്റ്റൻസും ഫ്രണ്ട്സ് ആവും. മനസ്സിലായോ? അവർ 2 ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെ പല രീതികളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് സാബുമോന്റെ ഒരു എന്താ പറയാ വോട്ട് വന്ന രീതിയും സാബുമോൻ സേഫ് ആയ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണ് ഇങ്ങനെ കഴുത്തിൽ മാല വീഴാൻ നിക്കണം. ആ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, ഒറിജിനലി അത് വന്നതാ. കിട്ടി പോലെ കിട്ടിയേ പൊട്ടന് പോയി ചട്ടന് പോയി വോട്ട് കിട്ടിയിട്ടൊക്കെ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും കേക്ക് മുറിച്ചപ്പോഴും ഞാൻ നോക്കിയത് മറ്റോനെ തന്നെയായിരുന്നു. ആര്, നമ്മളെ ഇവരെ നെവിൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഒരു സൈഡിൽ. അതിനിടയിൽ ഈ റെന ഫാത്തിമ ഇറങ്ങി പോകുമ്പോ ബിന്നീനെ ഒട്ടും കൺസിഡർ ചെയ്യാത്ത പോലെ തോന്നി. അത് ഭയങ്കര അവോയ്ഡ് ചെയ്ത പോലെ ബിന്നീനെ. പിന്നെ നീച്ച് നിന്ന് സംസാരിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ അറിയുന്ന ആരാളോന്ന് ചോദിച്ചപ്പോ അവിടെയും ഗിസേലിനെയാണ് റെന പറയുന്നത്. കാരണം ഗിസേലും റെനയും ബോണ്ട് തുടക്കത്തിലുണ്ടായിരുന്നു, ബോണ്ട്, പക്ഷെ നമുക്കത് വലിയതായിട്ട് കണക്ട് വിസിബിൾ ആയിരുന്നില്ല. എപ്പോഴും നമ്മൾ ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യണത് മറ്റേ നമ്മളെ ബിന്നിന്റെ റെനയും തമ്മിലാണ്. അതിന്റെ അവിടുന്ന് ഏറ്റവും കൂടുതൽ റെന പോയപ്പോ കരഞ്ഞത് ബിന്നിയാണ്. അവര് തമ്മിലുള്ള ഒരു ബോണ്ടായിരുന്നു നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ അകത്ത് നമുക്ക് കാണാത്ത പിക്ചർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങിയാലേ പറയാൻ പറ്റൂ. അപ്പൊ റെനയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആകെ ഒന്ന് ഞെട്ടി. എന്താ ബിന്നിനെ പറയാതെ ഗിസേലിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷാനവാസ് ആൻഡ് അനീഷ് വാസ് നൈസ് അല്ലെ, ആ സാധനം നല്ല രസം ഉണ്ടായിരുന്നു. അവരുടെ ഒരു സംഗതി രസം. എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഇവൻ എന്താണ് 10-85 ദിവസമൊക്കെ നിൽക്കും, ചിലപ്പോ 90 ദിവസവും പോവാൻ. ആദ്യം അങ്ങനെ പോകും തോന്നുന്നില്ല. ഓടെയാണ് സാധനം. പിന്നെ കാര്യമായിട്ട് ഒന്നും ഇല്ലല്ലേ. പിന്നെ ഇപ്പൊ എന്താ ഉള്ളത്, പിന്നെ കാര്യമായിട്ട് ഒന്നുമില്ല. മാലുള്ളത് അതെ, അങ്ങനത്തെ ഒന്നും വലിയ കാര്യമായിട്ട് ഇമ്പാക്ട്ഫുൾ അല്ല. ജിഷിന്റെ ഒരു അഭിനയം, പിന്നെ അനുമോൾ, ഞങ്ങൾ ഇത്രയും ദിവസം വിചാരിച്ചത് അനുമോളാണ് അഭിനയ സിംഗം എന്നാണ്. അല്ല മേനെ ഒന്നല്ല, അഭിനയ സിംഗം ജിഷിനാണ്. മറ്റേ അശോകം നമ്മള് കടാപ്പുറത്ത് നോക്കുന്നുണ്ട്. 500-5000 അഭിനയം ചങ്ങായി കാഴ്ച വെച്ചത്, വല്ലാത്ത അഭിനയം. പിന്നെ എവിടേക്കോ എനിക്ക് തോന്നുന്നത് ലക്ഷ്മി റനി നിന്ന സമയത്ത് ലക്ഷ്മി വിചാരിച്ചിട്ടുണ്ട് ലക്ഷ്മി പോകും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ട്.
പക്ഷെ സേവ് ആയതോടുകൂടി ലക്ഷ്മിയുടെ ഒരു റിലീഫായ ഒരു സാധനം ഉണ്ടായിരുന്നു ലക്ഷ്മിക്ക്. അക്ബറിന് നല്ല ടാസ്ക് കിട്ടി. ലാസ്റ്റ് ഇത് ആർക്കും പോയില്ലേ, അക്ബർ ശരിക്കും കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആരും ഞാൻ പറയും എങ്ങനെ കാണിക്കും എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ ഇന്ന് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടതാണ് മൊത്തത്തിൽ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാത്തതിന് അല്ലേ, ഷാനവാസും ബാക്കിയുള്ളവരും ഇപ്പം എന്താ പറയുന്നത് അറിയോ, ഇവനെ എരികേറ്റി വിട്ടത് താരെ നിവിനെ എരികേറ്റി വിട്ട ബാക്കിയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. സ്വയം അവിടെ പാടി പറഞ്ഞ് ഇത് 10 ആളോട് പറഞ്ഞു നടന്നതിനെ കുറിച്ചൊന്നും ആർക്കും ഷാനവാസിൻ്റെ ഒന്നും പറയാനില്ല. എത്തിക്കാനുള്ളതൊക്കെ എത്തിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നിവിൻ എവിടെ പോയാ പറഞ്ഞേ, ബിഗ് ബോസിന്റെ അടുത്ത് കൺഫെഷൻ റൂമിൽ പോയിട്ടാ കാര്യം പറഞ്ഞത്. രവിനോട് ലക്ഷ്മി പോയി പറഞ്ഞിട്ടുണ്ട്, ബിന്നി പോയി സംസാരിച്ചിട്ടുണ്ട്, ഇവൻ ആദിലാണെങ്കിലും പോയി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചിലതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഷാനവാസിനെ പോലെ അത്ര അഗ്രസീവായിട്ട് എന്ത് ചെയ്തിട്ടില്ല, കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല. ഈവൻ ഗസ്റ്റ് വന്നപ്പോഴാണെങ്കിൽ പോലും നെവിൻ സംസാരിച്ച പോർഷൻസ് ഒക്കെ ഉണ്ട് ലൈവിലൊക്കെ. ഷാനവാസിന് പറയണേൽ എന്തൊക്കെയോ കാര്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയാം. ഷാനവാസ് അത്ര ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് റെനയ്ക്കും ഇവർക്കൊക്കെ ഒരു പേടി വന്നത്. ദൈവമേ ഇവ എന്തോ കാര്യമായിട്ട് കണ്ടിട്ടാണ് പറയണത്. എന്തോന്നുണ്ട് തോന്നുന്ന രീതിയിലാണ് സംസാരിക്കാൻ. പിന്നെ അതിന് ബിന്നിന്റെ കുത്തിത്തിരിപ്പ് റാണി എന്നുള്ള സാധനം ബിന്നിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആയതിനെ കുറിച്ച് ബിന്നി പറയുന്നുണ്ട്. പക്ഷെ അക്ബർ അവിടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തു. ഇത് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കൊന്നുമില്ല കുത്തിത്തിരിപ്പ് എന്നുള്ളത്. കുത്തിത്തിരിപ്പ് തന്നെയാണ്, കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ല ഇപ്പൊ എന്താ പറയുക, ബിന്നിന്റെ ബാക്കിൽ നിന്നുള്ള കുത്തിത്തിരിപ്പ് ഇപ്പൊ വിസിബിൾ ആയി ഫ്രണ്ടിന്ന് ചെയ്യാൻ തുടങ്ങി. അതാണ് മാറ്റം. അല്ലാതെ ബാക്കിൽ നിന്നുള്ള സാധനമായിട്ട് കംപ്ലീറ്റ്ലി ബിന്നിക്ക് പോയിട്ട്. പിന്നെ എന്താ പറയുക, കുത്തിത്തിരിപ്പ് ആണെങ്കിൽ ഇപ്പൊ എന്താ, ഞാനതാണ് കളിക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമല്ല. പണ്ട് നമ്മൾ ആര്യപട അതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാ പറയുന്നത്, ലൈഫിൽ അങ്ങനത്തെ ആൾക്കാരൊന്നല്ലോ. അതെ, ഇതാ ഗെയിമിനിടെ വരുന്ന ഒരു മാനിപ്പുലേഷന്റെ ഫേസ് മാത്രമാണ്. അല്ല അത് പറയാൻ പറ്റില്ല കേട്ടോ, കാണുന്ന ഓഡിയൻസ് അത് അങ്ങനെ എടുക്കുന്നവരും ഉണ്ട്, പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പേടി ചിലപ്പോ കാണുക 6 സീസണിലുള്ള കണ്ടസ്റ്റൻസിനെ കണ്ട് അവർക്ക് ഇതിനകത്തും പുറത്തുള്ള ലൈഫിൽ അവർ അനുഭവിക്കുന്നു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇവരൊക്കെ ഈ മനസ്സിലാക്കുന്നത്. ഇതിനുള്ളിൽ ഗാന്ധിജിയായി നിന്നാ നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യില്ലല്ലോ. ഗാന്ധിജിയായ വാഴയേക്കും, ഗാന്ധിജിയായ വാഴയേക്കും. ഇതിനകത്ത് കാണിക്കേണ്ടെന്നറിയോ, ഒന്നുമില്ല പ്രോ കൂല കാണിക്കണം, അല്ലെങ്കിൽ എന്താ എക്സ്ട്രീം മെയിൽ മാസ്കുലിനിറ്റി കാണിക്കണം. ഷാനവാസ് പറഞ്ഞ ഒരു തെറ്റ് തോന്നി. കാരണം ഷാനവാസ് പറയുന്നത് മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം മാനിപ്പുലേഷൻ ആണ്, മറ്റേതാണ് മറിച്ചാന്ന് പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ ഗെയിം പറയുന്നത്, മൈൻഡ് ഗെയിം അതല്ലേ. അല്ലാതെ പിന്നെ ഷാനവാസ് അങ്ങനെ പറയും ഇവരുടെ വിചാരം ഇങ്ങനെയാണ്. ഓപ്പോസിറ്റ് ഉള്ള ആളെ ഈ മാജിക്കാര് കണ്ണുകിട്ടണമെന്നൊരു കണ്ണുകിട്ട് മനസ്സിലായോ. ഇന്നിപ്പോ അത് കഴിവാണ്. ഇപ്പൊ ആദിലേന്റെ വിചാരം ആദിലാണ് അവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവി എന്നാണ്. ആദിലേനെ ഓപ്പോസിറ്റ് ഇരുത്തിയിട്ട് ഷാനവാസാണ് ശരിക്കും എന്ത് ചെയ്യണേ അവിടെ ഇരുന്നിട്ട്. ഇതിപ്പോ മറ്റേ അർജുനും വലിയ വില്ലാളി വീരനാണ്, പക്ഷെ തേര് തളിക്കുന്ന ആരാ, കൃഷ്ണനാ. മനസ്സിലായോ, അതേപോലെയാണ് തളിക്കുന്നത് ഇവനാണ്. ഇവൻ കൊണ്ടോണ വഴി കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കണില്ല. ഇതൊന്നും ആ സീൻ തന്നെ കാണട്ടോ. ഇതൊക്കെ കാര്യമായിട്ട് പറയുമ്പോൾ അടിപൊളി അപ്പുറത്ത് കിടന്ന് പറഞ്ഞു, എനിക്ക് എന്റെ പ്ലാച്ചിങ് കണ്ടന്റ് എനിക്ക് കൂടുതലൊന്നും വേണ്ട. ആ സാധനം പറഞ്ഞ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഈ ഡിസ്റെസ്പെക്ട് അവർ ചെയ്തത് ചിലപ്പോ ഇനി വീട്ടിനകത്തില്ലേ അവർക്ക് വലിയ മനസ്സിലായിട്ടൊന്നുമില്ല. നമ്മള് അന്തയ്ക്ക് വിളിക്കല്ലാതെ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ എന്നൊക്കെയുള്ള മൈൻഡിലാണ് അവരിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് വലിയ അല്ലേ ഒന്നും ഇല്ലാത്തൊരു സമയം കിട്ടണമെങ്കിൽ ആര്യനൊരു ഒരാഴ്ചത്തെ ലീവ് കൊടുത്താ ഞങ്ങള് 6 പാക്ക് വന്നിട്ടുണ്ട്. 6 പാക്ക് വന്നിട്ടുണ്ട്. പിന്നെ ആര്യന് ഗ്രേ ഹെയർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാഴ്ച ലീവ് കൊടുക്കണം. ഒരാഴ്ച റെസ്റ്റ് ഒക്കെ കറങ്ങി വന്നോട്ടെ. ഞങ്ങൾക്ക് ഏഷ്യാനെറ്റിനോട് എന്റെ മോശാനുള്ള റിക്വസ്റ്റ് ആണ്, ആര്യന്റെ ഈ തഗ്ഗുകളും ബാക്ക് എന്നുള്ള സാധനങ്ങളൊക്കെ ഒരു റീലായിട്ടല്ലേ ആര്യന്റെ നിലപാട് എന്ന് പറഞ്ഞിട്ട പോലെ ഈ സാധനങ്ങളും ഇട്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യായിരുന്നു. കാരണം പല സാധനങ്ങളും മൈന്യൂട്ട് പല സാധനങ്ങളും ഉണ്ട്. ചില എക്സ്പ്രഷൻസും ചില സാധനങ്ങളൊക്കെ അയാൾ വലിയ ജെന്യൂൻ ആയിട്ട് ചെയ്യണ നല്ല രസം. കുറെ ഐറ്റങ്ങളുണ്ട്, അതൊക്കെ നിട്ട് തന്നിരുന്നെങ്കിൽ എൻജോയ് ചെയ്യുന്നു. ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ സാധനങ്ങൾ ചിലപ്പോൾ കളിക്കും. ഈ നമ്മളെ നവീനല്ല, അത് ജിഷിന് കിട്ടും. നവീന്റെ നോട്ടം പോലത്തെ സാധനം ജിഷിനാണ് കിട്ടാൻ പോണേ. അതല്ല നമ്മളെ വെള്ളടി നാദിറന്റെ ഒരു സാധനം പോലത്തെ ഒരു ഐറ്റം ചിലപ്പോ ഇവന് കിട്ടാൻ സാധ്യത ഉണ്ട്. രസം മനഃപൂർവ്വം പറയണല്ല എന്നുള്ള രസം. അയാള് നോർമൽ ലൈഫിൽ തന്നെ അങ്ങനെയാണ്. ഇന്ന് പറഞ്ഞിട്ടില്ല ലാലേട്ടനോട്, ഏട്ടാ ഞാൻ ഇങ്ങനെയാണ് നോർമലി, ഞാൻ ഇങ്ങനെ കുറെ ഇമ്മച്ചുറാണ് കാണിക്കുക ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോ എന്താ മോനെ പോക്കറ്റിലൊക്കെ കേട്ടിട്ട് ഒന്നുമില്ല, സ്റ്റൈലാണ്. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ പരിപാടി നിർത്താണ്. ഇതിപ്പോ നാളെ ബോട്ടിൽ ഫാക്ടറിയിൽ ഇനി എന്തൊക്കെ അവർ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഓക്കെ, അതിന് ഗസ്റ്റ് വരൂ, പോസ്റ്റ് വരൂ, ശരിയാണെന്നോ റോബിനോ? പുതിയ ടാസ്കിന് റോബിൻ വരുന്നല്ലേ പറയേണ്ടത്? അതിപ്പോ റോബി അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അതിപ്പോ റോബിൻ അറിഞ്ഞോന്ന് നമുക്കറിയണ്ടേ? പുതിയൊരു ടാസ്ക്. കാരണം റോബിനൊക്കെ പോവാതിരിക്കുന്ന നല്ലത് ഞാൻ പറയും. കാരണം കഴിഞ്ഞ വട്ടം പോയിട്ട് തന്നെ റോബിനെ ഒന്നാകെ അവരെല്ലാരും കൂടി 5ാമത്തെ സീസണിൽ പോയിട്ട് വിഷ്ണു ജോഷിയും ടീമും ആരാരെല്ലാരും കൂടി താട്ടി വിട്ടതാണ്. ഐ വോണ്ട് ഡു ദിസ് എന്ന് പറഞ്ഞിട്ട്, ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഡു ദിസ് എന്ന് പറഞ്ഞ മൂപ്പര് പോവാതിരിക്കുന്ന നല്ലത്. കാരണം ഇപ്പൊ ഇനി ഇതില് വരണ്ട ആരറിയും? അന്റെ ഇതിൽ ഇനി ഇത് വരണ്ടേ? ആരാ വരണ്ടേ? എന്നാലും ഒരു സാധനം ഈ പറ, ആര് വരണം എന്നാണ് എൻ്റെ ഒരു ഇഷ്ടമുണ്ട്. ഓക്കെ, അൻ്റെത് ഒരു പവർഫുൾ ആളാണ്. അത് മറ്റേതായി പോയി പോട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജാസ്മിൻ മൂസ വന്നതിനുണ്ടോ? ഭയങ്കര അണ്ടർ റേറ്റഡാ, ഭയങ്കര അണ്ടർ റേറ്റഡാ അല്ലേ? ഭയങ്കര അണ്ടർ റേറ്റഡാ. ഈ എന്താ അറിയോ, ഭയങ്കര ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ആളാ. അയാൾക്കോട് അങ്ങനത്തെ ആൾക്കാർക്ക് വന്നൊന്നും ചെയ്യാൻ വരണം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കണ്ടസ്റ്റന്റ് ആയിട്ടേ പറ്റുള്ളൂ. അല്ല, ഒരു 2 ദിവസത്തിന് വന്നാ മതി, 2 ദിവസത്തിന് വന്നാ മതി. ഷാനവാസിനെയും കേറും, എല്ലാരും അവിടെ മാത്രമല്ല, ബിഗ് ബോസ് വിളിച്ചാ പോടെ ബിഗ് ബോസ് കച്ചറാവും. എല്ലാരും കേറും, വൻ കേറും, വൻ നൈറ്റാണ്. എനിക്ക് അങ്ങനെ ഒരു സാധനം തോന്നി. എനിക്ക് അവര് വന്നാൽ സെറ്റ് ആവും എന്തിനെങ്കിലും ഒക്കെ. എന്തായാലും ആലിബിന് വരാനുള്ള ചാൻസ് പോയി കിട്ടി. ഫാത്തിമ ഇനി ആലിബിന് വരാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പോ അല്ലേ, ബൈ നാളെ.